വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ മനോവീര്യത്തെ കെടുത്തിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ദൈവം മറുപടി നൽകാൻ പോകുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിയിലൂടെ 52 ദിവസം കൊണ്ട് നെഹമ്യാവിന് ദൈവം അയച്ച വിടുതലിൻ്റെ പ്രവൃത്തിയിലൂടെ, ഈസബേലിന് നേരെ ഏലിയാവിന് വേണ്ടി ദൈവം അയച്ച ദൈവപ്രവൃത്തിയിലൂടെ മറുപടി അയച്ചതുപോലെ ദൈവവൈതലെ വാക്കുകൾ കൊണ്ട് മനോവീര്യത്തെ കെടുത്തിയ വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ ഇടപെട്ടു. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. വീണ്ടും നല്ലൊരു പ്രഭാതം കൂടെ ദൈവമുഖത്തേക്ക് നോക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവവൈതലെ നമ്മളോട് സംസാരിക്കാൻ ദൈവത്തിന് ഇന്നും ശബ്ദമുണ്ട് കേട്ടോ. ഒരിക്കലും ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് കുറവില്ല. വിശ്വസ്തയോടെ നമ്മൾ നിൽക്കാമെങ്കിൽ എന്നും ദൈവശബ്ദം കേൾക്കാനിടയായിത്തീരും. വാക്കുകളുടെ ആമേൻ അമ്പുകൾ പലരും പല വിധത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. വാക്കുകളുടെ ആഘാതങ്ങൾ നിമിത്തം മാനസിക നില തെറ്റിയവരെ നമുക്ക് കാണാനായിട്ട് കഴിയും. വാക്കുകളുടെ ആഘാതങ്ങൾ നിമിത്തം ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികൾ പൂർത്തിയാക്കാനാകാതെ ജീവിതത്തോട് തന്നെ വിരക്തി തോന്നി മടങ്ങിയവരെ നമുക്കറിയാം. സമൂഹത്തിൽ തന്നെ നമ്മൾ കാണുന്നില്ലേ? പ്രൈസലോ, വാക്കുകളുടെ സ്വാധീനം ഭയങ്കരമാണ്. വാക്കുകളെ തന്നെ അത് ലിഫ്റ്റ് ചെയ്യാനും ഉപയോഗിക്കാം, അതിനെ താഴ്ത്താനും ഉപയോഗിക്കാം. സൻബല്ലത്ത്, തോബിയാവ് തുടങ്ങിയവർ നെഹമ്യാവ് എന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യൻ്റെ നേരെ ഉപയോഗിച്ച വാക്കുകൾ ഇങ്ങനെയാ: ഈ ദുർബലന്മാർ എന്നാ ചെയ്യാൻ പോവാ? ഒരു ദിവസം കൊണ്ട് ഇവർ പണി തീർത്ത് കളയുമോ? ഒരു ദിവസം കൊണ്ട് ഇവർ പണിയുമോ? ചണ്ടിക്കൂമ്പാരത്തിൽ നിന്ന് ഇവരെന്നാ ചെയ്യാൻ പോവോ? ഒരു കുറുക്കം കയറിയവരുടെ മതിൽ താഴെ വീഴത്തേ ഉള്ളൂ. പരിഹാസത്തിൻ്റെ ശബ്ദങ്ങൾ ദൈവമനുഷ്യൻ്റെ നേരെ തൊടുവിച്ചപ്പോൾ അവൻ തിരിച്ചതിനോട് പ്രതികരിച്ചത് വേറൊന്നുമല്ല: ഈ വിഷയം ഞങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുക, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണി. ദൈവസേന ദുഃഖിച്ചും കരഞ്ഞും ഉപവസിച്ചും പ്രാർത്ഥിച്ചും ബലമേറ്റെടുത്ത് വന്ന നെഹമ്യാവിനെ നോക്കി വാക്കുകളുടെ ശരങ്ങൾ ഉപയോഗിച്ചപ്പോൾ ദൈവം അവിടെ അടങ്ങിയിരുന്നില്ല. ദൈവമക്കളെ, ഉത്സാഹത്തോടുകൂടെ ദൈവവേല ചെയ്യുവാൻ, ഉത്സാഹത്തോടുകൂടെ ആ പണി നടത്തുവാൻ ദൈവം അവർക്ക് കരുത്ത് നൽകിയെന്ന് മാത്രമല്ല, ആമേൻ 510 ദിവസം കൊണ്ടൊക്കെ നടക്കേണ്ടത് വെറും 52 ദിവസം കൊണ്ട് നടന്നു. വർഷങ്ങളെടുത്ത് ചെയ്യേണ്ട പ്രവൃത്തി ദിവസങ്ങൾ കൊണ്ട് നടന്നെങ്കിൽ ചില വിഷയങ്ങൾ കടന്നു വരുന്നത് ദൈവവൈതലെ നിന്നെ തകർക്കാനാണ് വരുന്നത്. പക്ഷേ ഇങ്ങനെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ആമേൻ, സ്വർഗത്തിലെ ദൈവം എനിക്ക് ഈ വിഷയത്തിനകത്ത് മറുപടി നൽകുമെന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ആയിരുന്നാൽ നിശ്ചയമായിട്ട് ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിക്കാനിടയായിത്തീരും. ഹിസ്കിയാവിൻ്റെ നേരെയും ഇതുപോലെ മനോവീര്യത്തെ കെടുത്തുന്ന പല വാക്കുകൾ സൻഹേരീബ് എന്ന് പറയുന്ന ആമേൻ ആ ശക്തി തൊടുത്തുവിട്ടപ്പോൾ ദൈവസന്നിധി ചെന്ന് വിടർത്തിയ ആമേൻ ഹിസ്കിയാവിന് വേണ്ടി അശൂർ പാളയത്തിനകത്ത് 1,85,000 പേരെ കൊല്ലുന്ന ഒറ്റ രാത്രി കൊണ്ട് സംഹരിക്കുന്ന രീതിയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടതുപോലെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോകുകയാ. ദൈവം നിന്റെ വിഷയത്തിന് വേണ്ടി ഇറങ്ങാൻ പോകുകയാ. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമെന്ന് പറഞ്ഞ് കരഞ്ഞു വിളിവിച്ചൊരു ശക്തനായൊരു പ്രവാചകൻ. നമുക്കറിയാം, നാളെ നിന്റെ ജീവനെ ആമേൻ അവരിൽ ഒരുത്തൻ്റെ ജീവനെ പോലെ ആക്കുമെന്ന് വെല്ലുവിളിച്ച ഈസബേലി വ്യാപാരത്തിൻ്റെ ശബ്ദത്തിനു നേരെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിന്ന ദൈവമനുഷ്യൻ മതിയെന്ന് പറഞ്ഞ് ദൈവകരങ്ങളിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ സ്വർഗം പറയില്ല, ആമേൻ നീ മതിയെന്ന് പറഞ്ഞിടത്ത് ഞാൻ നിനക്ക് വേണ്ടി പുതിയത് ചിലത് ആരംഭിക്കുകയാ. ഞാൻ നിനക്ക് വേണ്ടി ചില പുതിയത് ആരംഭിക്കുകയാ. യെസ്, ഹല്ലേലൂയ. നാളെ നിന്റെ ജീവനെ എടുക്കുമെന്നാണ് ഈസബേലിനെ ദൈവം തകർത്ത് കേട്ടോ. പക്ഷെ ഏലിയാവ് ഇന്നും മരിച്ചിട്ടില്ല. അതേ, ആ ദൈവമനുഷ്യൻ ഇന്നും ജീവിക്കുന്നു. അതേ പ്രിയ ദൈവഭൈതലേ, നിന്റെ നേരെ വന്ന ചില വാക്കുകളുടെ അമ്പുകൾക്ക് ദൈവം മറുപടി നൽകാൻ പോകുന്നു ദൈവപ്രവൃത്തിയിലൂടെ. ആ കർത്തൃകരങ്ങളിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗീയ പിതാവേ, ഇടപെട്ട ദൈവശബ്ദത്തിന് മുമ്പിൽ, സംസാരിച്ച ദൂതിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തുകയും സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദൈവ സന്ദേശത്തിന് മുമ്പിൽ ആമേൻ പറഞ്ഞ് കണ്ണുനീരോടുകൂടി ഏറ്റെടുക്കുന്നവരുടെ നിങ്ങളുടെ നാമത്തിൻ്റെ മഹത്വത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തണമേ. നിങ്ങളുടെ കരത്തിൻ്റെ വല്ലഭത്വത്തെ വെളിപ്പെടുത്തി കൊടുക്കണമേ. അത്ഭുതം സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.